ചേച്ചിയെ ഞാൻ ഫസ്റ്റ് നൈറ്റിന്റെ തള്ളി വിട്ടതിന്റെ പകരം വീട്ടാനായി എന്നെയും തള്ളി വിടണമെന്ന് ചേച്ചി ഒരു ആഗ്രഹം പറഞ്ഞു. ഈ അലങ്കാരപ്പണികളൊക്കെ ഗിരിയേട്ടനെയും ചേച്ചിയുടെ വകയാണോ? നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവർക്ക് ചെയ്തത്ര നന്നായിട്ടില്ല കേട്ടോ ഇത്. അതിനു മുൻപ് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്നാ ചേച്ചി പറഞ്ഞത്. അത് മാത്രല്ല, ഇനി മുതൽ മുകുന്ദേട്ടനോട് ബഹുമാനത്തോടെ പെരുമാറണമെന്നും പറഞ്ഞു. മുകുന്ദേട്ടനോ? അതൊന്നും ശരിയാവില്ല. ഈ കാല് പിടിക്കലും ഏട്ടാന്നുള്ള വിളിയൊന്നും നമുക്ക് സെറ്റ് ആവില്ല കേട്ടോ. നമുക്ക് പഴയതുപോലൊക്കെ തന്നെ മതി. താനെന്നെ കല്യാണത്തിന് മുമ്പ് എന്താ വിളിക്കാറ്? വക്കീലേന്ന്. അപ്പോ ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. അതൊക്കെ കേൾക്കുമ്പോഴേ ഒരു സുഖമൊക്കെ ഉണ്ട്. അത് തന്നെയാ എനിക്കും ഇഷ്ടം. എന്നാലും ഭർത്താവിന്റെ ആഗ്രഹം കൂടി കണക്കിലെടുക്കണമല്ലോ. ഒരു കാര്യം പറയുന്നോണ്ടേ ഒന്നും തോന്നരുത്. തനിക്ക് ഈ നാണൊട്ടും ചേരുന്നില്ല. ആശ്വാസമായി. ഇതും ചേച്ചി പറഞ്ഞിട്ടിട്ട പരിപാടിയാ. ഓ, താനിരിക്കണം. അതെ, നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മളെക്കാൾ നന്നായിട്ട് വേറെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മുടെ ദാമ്പത്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. ഈ ബാക്കിയുള്ളവരുടെ ഉപദേശമൊക്കെ കേൾക്കാം, അനുസരിക്കാൻ പോകാതിരുന്നാ മതി. അതുപോലെ. അല്ല, അപ്പോ ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് പാല് കുടിക്കാം. എന്നിട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതത്തിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ല കുട്ടികളെ പോലെ കിടന്നുറങ്ങണം. എന്തുപറ്റി? അല്ല, അപ്പൊ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? മനസ്സിലായി. എടോ, കല്യാണത്തിന് മുമ്പേ ഞാൻ തന്റെ ചേച്ചിക്ക് വാക്കുകൊടുത്ത. അവിടെ ഉണ്ടായിരുന്നപ്പോ പരീക്ഷയിൽ തനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ മാർക്ക് ഇവിടെ എത്തിയാൽ വാങ്ങുമെന്ന്. അതിനെ പഠിപ്പിൽ നിന്ന് ശ്രദ്ധ ഇരിക്കുന്ന ഒരു കാര്യവും വേണ്ട. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, നമ്മളിപ്പോൾ സെറ്റിൽ ആയിട്ടില്ല. തൻ്റെ പഠിപ്പ് കഴിഞ്ഞ് താൻ ഡോക്ടർ ആവണം, ഞാൻ മജിസ്ട്രേറ്റ് ടെസ്റ്റും പാസ്സാവണം. ഞാൻ ഫസ്റ്റ് ഇയറിലേ ആയിട്ടുള്ളൂ. അപ്പോ ഫസ്റ്റ് നൈറ്റ് നടക്കാൻ ഞാൻ 4.5 വർഷം കാത്തു നിൽക്കണോ? വേണ്ട, നമ്മളിൽ ആരെങ്കിലും ഒരാൾ സെറ്റിൽ ആയാൽ മതി. അല്ല, അതിനു മുമ്പ് ഞാൻ മജിസ്ട്രേറ്റ് ടെസ്റ്റ് പാസ്സാവുമല്ലോ. അപ്പൊ ആ പ്രതീക്ഷയും പോയി. എന്തായാലും 4.5 കൊല്ലം എടുക്കും. അല്ല, ഏതൊരു ധാരണ ഉണ്ടാക്കുമ്പോഴും ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആയ സ്ഥിതിക്ക് ഒരു പരിഗണന തന്നൂടെ വക്കീലെ? അതൊന്നും പറ്റൂല. ഞാൻ സെറ്റ് സാരിയെ കൊടുത്ത് വന്നതല്ലേ. നോ മീൻസ് നോ. ഓ, വലിയ വിശ്വാമിത്രം വന്നിരിക്കുന്നു. അല്ലടോ, അപ്പൊ പാല് വേണ്ടേ? ഒറ്റയ്ക്ക് കുടിച്ചോ പാലുണ്ണി വക്കീലെ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ. നല്ല മധുരം. എന്നാലും ഒരു പേരിന് കുടിക്കണം പ്ലീസ്. നല്ല മധുരമുണ്ട്, കുടിച്ചു. ഞാൻ നമ്മളെ ഭാവിക്ക് വേണ്ടിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നേ. തപ്പാണെങ്കിലോ എന്താ മിണ്ടില്ല?
ആ എന്നാ ശരി. പൊന്നുതിരും സന്ധ്യകളിൽ എന്നെതിരെ നീ വരവേ അനുരാഗമേ. എന്റെ കയ്യെങ്ങാനും തട്ടി മാറ്റിയ തലമണ്ട ഞാടിച്ചു പൊട്ടിക്കും. ഞാൻ ഇങ്ങനെയാ ഉറങ്ങാൻ പോകുന്നത്. വക്കീലേ, മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. ഗിരിയണ്ണില്ലായിരുന്നെങ്കിൽ ഇന്ന് മഹിമയുടെ അവസ്ഥ എന്താവും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനില്ലാതെ എവിടെ പോവാനാ? നിങ്ങളുടെയൊക്കെ സംരക്ഷണമല്ലേ ഇപ്പോഴത്തെ എന്റെ പ്രധാന ജോലി. അവളുടെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്നല്ലേ ഞാൻ ഈ കല്യാണം നടത്തിയത്. അപ്പോ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ അനിയത്തി ഒരുത്തൻ തൊടാൻ നോക്കിയാ ഞാൻ നോക്കി നിൽക്കോ? അവന് കുറെ കൂടി തല്ലു കൊടുക്കണ്ടായിരുന്നു. ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. സാരമില്ല, ഇനി അവന്മാരെന്റെ കൈ കിട്ടും. ഈ കല്യാണം ഇത്ര ഭംഗിയായിട്ട് നടക്കാൻ കാരണം ഗിരിയേട്ടനാ. വാശിക്ക് ഞാൻ ഒറ്റയ്ക്ക് കല്യാണം നടത്തിക്കൊള്ളാന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഗിരിയേട്ടൻ കിടന്ന് ഓടുന്നത് കാണുമ്പോഴാ ഇതെന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതിനുള്ള നന്ദി എങ്ങനെ വീട്ടണമെന്ന് എനിക്കറിയില്ല. നന്ദിയോ? മഹിമ എന്റെയും കൂടി പെങ്ങളാണെന്നാ ഞാൻ കരുതിയിരുന്നത്. നീ ഇപ്പൊ നന്ദിയുടെ കാര്യമൊക്കെ പറയുമ്പോ എന്നൊരു അന്യനായിട്ട് കാണുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്.